EMS ഡോക്ടർ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നീന മാം ആണ്. വെൽക്കം മാഡം. താങ്ക് യു മാം, ക്യാൻസർ ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. സ്ത്രീകളിലാണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ടും ക്യാൻസർ കൂടുന്നത് കാണുന്നത്. അതും ലേറ്റർ സ്റ്റേജിലാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നതും. എന്തുകൊണ്ടായിരിക്കും മാഡം അത് അങ്ങനെ വരാനുള്ള ഒരു കാരണം? അതായത് ഇപ്പോൾ 70-80% ക്യാൻസറുകളും ലേറ്റ് സ്റ്റേജിൽ, അതായത് 3-4 സ്റ്റേജുകളിലാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് ക്യാൻസറിനെ പറ്റി അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയുള്ള ഒരു അവബോധനക്കുറവ് കൊണ്ടാണ്. അതായത് ഏതെല്ലാം ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെല്ലാനോ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ എല്ലാം നമ്മൾ പ്രത്യേകിച്ച് ചെയ്യത്തുള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അവർ പൊതുവെ അവർക്ക് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറവാണ്. നമുക്കറിയാലോ, ആദ്യത്തെ ലക്ഷണങ്ങളൊന്നും എല്ലാം അവർ അവഗണിക്കും. ഇത്രയും ബുദ്ധിമുട്ട് വന്നാൽ മാത്രമാണ് ഒരു ഹോസ്പിറ്റലുകളിൽ എത്തത്തുള്ളൂ. അപ്പോൾ അത് ക്യാൻസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ബ്രസ്റ്റിലൊക്കെ വരുന്ന മുഴകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സ്ത്രീകൾ ആ മുഴകളെല്ലാം വെച്ചിരുന്ന് ചിലപ്പോൾ ഒരു വലിയ വലിപ്പമുള്ള മുഴകൾ, അല്ലെങ്കിൽ 6-7 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴകളായതിനു ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റിൽ വ്രണങ്ങളെല്ലാം ആയതിനു ശേഷമായിരിക്കും അവർ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ്, ഹസ്ബൻഡ്, മക്കളെല്ലാം അറിയുന്നത് അവർക്ക് കുറേ നാളുകളായിട്ടുള്ള മുഴകളാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ വൈകുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക്. പിന്നെ ട്രീറ്റ്മെൻറ്റിനുള്ള കോസ്റ്റും അതുപോലെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതയുമെല്ലാം ആ ഒരു അവസ്ഥയിൽ കുറയുന്നുണ്ട്. സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസർ ഏതൊക്കെയാണ്? സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്തനത്തിൽ വരുന്ന ക്യാൻസറാണ്. അതായത് സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറിൽ ഒരു 25-28% വരെ ബ്രസ്റ്റ് ക്യാൻസറാണ്. തൊട്ടു പുറകെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സെർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ ഗളത്തിൽ വരുന്ന ക്യാൻസർ. അത് ഏകദേശം ഒരു 20-21% ക്യാൻസറുകളാണ് വരുന്നത്. പിന്നീട് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് അണ്ഡാശയം അല്ലെങ്കിൽ ഓവറിയിൽ വരുന്ന ക്യാൻസർ, വൻകുടലിൽ വരുന്ന ക്യാൻസർ, ഗർഭപാത്രത്തിൽ വരുന്ന ക്യാൻസർ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ. പണ്ടാണെങ്കിൽ നമുക്ക് ക്യാൻസർ നമ്മൾ പറയുന്ന ഒരു 50-60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് വരുന്നതെന്നാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു ജീവിതശൈലി മാറ്റത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചെറുപ്പക്കാരിലെ ഏകദേശം ഒരു 20-25 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ പോലും നമ്മൾ ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ സെർവിക്കൽ ക്യാൻസറിൻ്റെയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ വരുന്ന മുഴയാണ്. പിന്നെ 2 ബ്രസ്റ്റും തമ്മിൽ ആകൃതിയിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ തൊലിപ്പുറമേ ഉണ്ടാകുന്ന വ്യത്യാസം, തൊലിയിലുണ്ടാകുന്ന വ്രണങ്ങൾ, പിന്നീട് നമ്മുടെ നിപ്പിൾ അല്ലെങ്കിൽ മുലക്കണ്ണിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, പ്രത്യേകിച്ചും രക്തം കലർന്ന ഡിസ്ചാർജ്, ഇതെല്ലാമാണ് ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടുന്ന ലക്ഷണം. പിന്നെ നമ്മുടെ ഈ ബ്രസ്റ്റിൽ നിന്ന് അസുഖം ചിലപ്പോൾ കക്ഷത്തിലേക്ക് വ്യാപിക്കാം. അപ്പോൾ കക്ഷത്തിലെ കഴലകൾക്ക് ഉണ്ടാകുന്ന വീക്കവും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. ഈ സെർവൈക്കൽ ക്യാൻസറിലാണെങ്കിൽ കാണപ്പെടുന്നത് അത് നമ്മുടെ പൊതുവെ ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ ഇടതെറ്റിയുള്ള അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവ സമയത്ത് കൂടുതൽ രക്തസ്രാവം ഉണ്ടാവുക, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇടയ്ക്കിടെ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വെള്ളപ്പോക്ക്, വളരെ ദുർഗന്ധത്തോടു കൂടിയ വെള്ളപ്പോക്ക് ഉണ്ടാവുക, അമിതമായി വെള്ളപ്പോക്ക് ഉണ്ടാവുക, ഇതെല്ലാമാണ് സെർവൈക്കൽ ക്യാൻസറിൻ്റെ സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ. മാം, ഈ ക്യാൻസറുകളൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും. അതായത് ഒരാളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവുന്നതിന് മുമ്പ് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗത്തിനെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ സെർവൈക്കൽ ക്യാൻസറിനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ലഭ്യമാണ്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറിന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് പരിശോധന, അതായത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും സ്വയമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്വയം ബ്രസ്റ്റ് പരിശോധന എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ആശുപത്രിയിൽ വന്നിട്ട് ഒരു ഡോക്ടർ വളരെ കൃത്യമായി പരിശോധനയിലൂടെ നമുക്ക് വളരെ നേരത്തെ തന്നെ ചെറിയ മുഴകൾ പോലും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടത്, നമുക്ക് മാസമുറയുള്ള സ്ത്രീകളാണെങ്കിൽ മാസമുറ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ഒരു 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് 2 ബ്രസ്റ്റും നോക്കുക. എന്തെങ്കിലും വലിപ്പ വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും മുഴകൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം അവരുടെ കൈകൾ ഉപയോഗിച്ചിട്ട് ബ്രസ്റ്റ് തൊട്ട് പരിശോധിച്ച് നോക്കുക. നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ മുഴകൾ പോലും നമുക്ക് പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റും. അതിനുശേഷം നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും, അതായത് മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും സ്രവം വരുന്നുണ്ടോ എന്നറിയാനായിട്ട് മുലക്കണ്ണും കൂടെ പ്രസ് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ 2 ബ്രസ്റ്റിലും മാറി മാറി ചെയ്യുന്നത് വഴി കഴിഞ്ഞ മാസത്തെ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ആശുപത്രിയിൽ വരുമ്പോൾ ഒരു ഡോക്ടറും പരിശോധിച്ച് നോക്കുന്നത്. ഇനി ഈ പരിശോധനയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ബ്രസ്റ്റിൻ്റെ മാമോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റേ പരിശോധന. അത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും
40 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അൾട്രാസൗണ്ട് എന്ന പരിശോധനയുമാണ് ചെയ്യുന്നത്. ഈ മാമോഗ്രാമിലോ അൾട്രാസൗണ്ടിലോ വ്യത്യാസം, അതായത് അതിലുള്ളൊരു കാറ്റഗറി വെച്ചിട്ടാണ് പറയുന്നത്, ബൈറാഡ്സ് കാറ്റഗറി എന്ന് പറയും. 1 മുതൽ 6 വരെയുള്ള കാറ്റഗറിയാണ്. അപ്പോൾ അതിലെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നത്. ഇനി അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ ബയോപ്സി അല്ലെങ്കിൽ കുത്തിപ്പരിശോധന ചെയ്തിട്ടാണ് അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വരുന്നതിന് മുൻപേയുള്ള പരിശോധന. ഇനി സെർവൈക്കൽ ക്യാൻസറിനാണെങ്കിൽ അത് 21 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക്, അതായത് 21 മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റ്, അതായത് നമ്മുടെ ഗർഭാശയകളും സെർവൈക്കൽ ഭാഗത്തു നിന്നുള്ള കോശങ്ങൾ എടുത്തിട്ടുള്ള ഒരു പരിശോധനയാണ്. അത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇനി 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റിനോട് ഒപ്പം തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള HPV DNA ടെസ്റ്റ് എന്ന പരിശോധനയാണ് ചെയ്യുന്നത്. അത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. ഈ HPV DNA എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ 90% സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഈ വൈറസിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HPV DNA ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്ത് ഒരു തവണ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു 5 വർഷത്തേക്ക് അവർക്ക് സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ആ ടെസ്റ്റ് വഴി നമുക്ക് പറയുന്നത്. ഇനി HPV DNA ടെസ്റ്റ് പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ബാക്കിയുള്ള പരിശോധനകൾ, ഉള്ളു പരിശോധന, കോൾപോസ്കോപ്പി തുടങ്ങിയ പരിശോധനകൾ ചെയ്ത് ബയോപ്സി എടുത്തിട്ടാണ് ക്യാൻസറിൻ്റേതായ, അതായത് സെർവൈക്കൽ ക്യാൻസറിൻ്റേതായ തുടക്കത്തിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് നേരത്തെ കണ്ടുപിടിച്ചാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞത് തന്നെ, നമ്മളിപ്പോൾ പലപ്പോഴും ക്യാൻസറുകളെല്ലാം വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ തന്നെ വളരെ കൂടിയ സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് ചികിത്സിക്കാനുള്ള ഓപ്ഷൻസ് ലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചികിത്സയുടെ ചിലവ് വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിയ അസുഖമാണെങ്കിൽ, 4ാമത്തെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജാണ്, നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ രോഗിയുടെ ആരോഗ്യവും വളരെ മോശമായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് 1ാമത്തെയോ 2ാമത്തെയോ സ്റ്റേജിൽ നമുക്ക് ഈ ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും. അതുപോലെ ട്രീറ്റ്മെൻറ്റിനുള്ള ചിലവ് കുറവായിരിക്കും. ഇപ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ ടെസ്റ്റുകളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമുക്ക് വേദന കുറഞ്ഞ ടെസ്റ്റുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ടെസ്റ്റുകളെല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമ്മൾ നേരത്തെ അസുഖം കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും. ചികിത്സാ ചെലവും കുറയ്ക്കും. രോഗിയുടെ ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതാണ് ഇത്തരം ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ്. മാഡം മുന്നേ പറഞ്ഞപ്പം സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു HPV വൈറസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനൊരു വാക്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, അതെന്താണ്? അതെ, നമ്മൾ HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് സെർവൈക്കൽ ക്യാൻസറിന് കാരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ, അതായത് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് വഴി നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വരുന്നതിനുള്ള റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ HPV, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പൊതുവേ നമ്മൾ വിവാഹ ബന്ധത്തിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും, ഒരു 60-70% ആൾക്കാർക്കും അവർക്ക് പൊതുവെയുള്ള രോഗപ്രതിരോധ ശേഷി കൊണ്ട് അത് നശിച്ചു പോയിക്കോളും. പക്ഷേ ബാക്കിയുള്ള ഒരു 40% ആൾക്കാരുകളിൽ ഇത് നിൽക്കുന്നത് കൊണ്ട് അത് കുറേ നാൾ കഴിഞ്ഞ്, ഏകദേശം ഒരു 15-20 വർഷം കൊണ്ടാണ് അത് ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വളരെ മാരകമായിട്ടുള്ള സെർവൈക്കൽ ക്യാൻസറിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സെർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ നമ്മൾ എടുക്കുന്നത്. അത് 9 മുതൽ 26 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വാക്സിനേഷൻ കൊടുക്കുന്നത്. നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ വാക്സിനേഷൻ എടുക്കണം. അത് 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസ് വാക്സിൻ, അതായത് ആദ്യം 1 എടുക്കുന്നു, പിന്നെ 6 മാസത്തിന് ശേഷം അടുത്ത ഡോസ് എടുക്കുന്നു. 14 മുതൽ 26 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 3 ഡോസ് വാക്സിനാണ് പറയുന്നത്. ആദ്യം 1 എടുക്കുന്നു, 2 മാസത്തിന് ശേഷം 2ാമത്തെ ഡോസ്, പിന്നീട് 6 മാസത്തിന് ശേഷം 3ാമത്തെ ഡോസ്. നമ്മൾ ഈ കൃത്യമായി ഡോസുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 80-90% വരെ നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ ഇനി വരുന്ന ഒരു ജനറേഷനെ നമുക്ക് ആ ഒരു വലിയൊരു അസുഖത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വാക്സിനാണ്, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും, ഈ പ്രായപരിധിയിലുള്ള എല്ലാ കുട്ടികളും ഈ വാക്സിനേഷൻ എന്താണെങ്കിലും എടുത്തിരിക്കേണ്ടതാണ്. മാഡം, നമുക്ക് ക്യാൻസർ ഇപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരു ക്യാൻസറും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു ചെറിയൊരു ശതമാനം ക്യാൻസറുകൾ വരുന്നത് നമ്മുടെ ജനിതകപരമായ വ്യത്യാസം കൊണ്ടാണ്. പക്ഷെ ബാക്കിയുള്ള ക്യാൻസറുകളെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ജീവിതശൈലി മോഡിഫൈ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പം അതിന് ചെയ്യേണ്ടത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണോ കാരണമായിട്ടുള്ളത് ആ കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമുക്ക് ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി, പുകയില അങ്ങനെയുള്ള വസ്തുക്കളുടെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് നമുക്ക് സ്മോക്കിംഗ് നമ്മൾ ഈ പറഞ്ഞ സെർവൈക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ശ്വാസകോശ ക്യാൻസർ, വായിൽ വരുന്ന ക്യാൻസർ, അതിനൊക്കെയാണ് കൂടുതലും കാരണമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നല്ലൊരു ഭക്ഷണ രീതി നമ്മൾ ശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നൽകാനായിട്ട് നമ്മൾ വൈറ്റമിൻസും അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കണം. അപ്പം അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പഴങ്ങൾ, പച്ചക്കറികളെല്ലാം എല്ലാ ദിവസവും എല്ലാ നേരവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കോള പോലുള്ള മധുരപാനീയങ്ങൾ, അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്, ഉപ്പിൻ്റെ ഉപയോഗം, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഉയർന്ന താപനിലയിൽ ചുട്ടെടുക്കുന്ന അല്ലെങ്കിൽ കരിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇതിൻ്റെ എല്ലാം മൈദയുടെ ഉപയോഗം, ഇതെല്ലാം നമ്മൾ മാക്സിമം കുറയ്ക്കുക. വല്ലപ്പോഴും നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതൊന്നും സ്ഥിരമായിട്ട് കഴിക്കരുത്. അത് നമ്മുടെ ശരീരത്തിൽ മോശകരമായ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത്, നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊണ്ണത്തടി വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പൊണ്ണത്തടി വരാതിരിക്കാനായിട്ട് നമ്മൾ എക്സർസൈസ് അല്ലെങ്കിൽ ഒരു ബ്രിസ്ക് ആയിട്ടുള്ള ഒരു വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 2.5 മുതൽ 3 മണിക്കൂർ വരെ എന്തെങ്കിലും നമുക്കൊരു ശാരീരിക അഭ്യാസത്തിൽ ഓരോരുത്തർക്കും പറ്റുന്ന രീതിക്കുള്ള ഒരു വ്യായാമത്തിൽ എല്ലാവരും ഏർപ്പെടുക. പിന്നീട് പൊതുവായിട്ട് പറയുന്ന പോലെ വെള്ളം, ദിവസം ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. ഇതെല്ലാം നമുക്ക് ഏതൊരു ജീവിതശൈലി രോഗം, അതായത് ഇപ്പോൾ നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നത് പോലെ ക്യാൻസറിനെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള നമ്മുടെ ലക്ഷണങ്ങളെപ്പറ്റി, ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളെപ്പറ്റി അവബോധമുള്ളവരായിരുന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവരോട് പറയുക. ഒരിക്കലും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് എത്തിയാലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകളിലെ ക്യാൻസർ എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നീന മാഡം നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു മാം. അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നത് വരെ ദിസ് ഈസ് അഞ്ജന സൈനിങ് ഓഫ്.